നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്ക് എതിരായ ED അന്വേഷണത്തിനെതിരെ ഇടതുമുന്നണിയുടെ പേരിൽ നടത്തിയ സമരം നമ്മൾ കണ്ടതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു, ചോദ്യം ചെയ്യുന്നു, അതിനുശേഷം പുറത്തേക്ക് വരുന്നു. ശാന്തമായി ഇരുന്ന പ്രതിഷേധം വളരെ പെട്ടെന്നാണ് അക്രമാസക്തമായത്. പ്രവർത്തകർ ആക്രമിക്കുന്നു, ED വാഹനം തല്ലി തകർക്കുന്നു, ഡ്രൈവർമാർക്ക് പരിക്ക് ഏൽക്കുന്നു. അങ്ങനെ ഒരുപാട് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരുന്നു. ഇതിന് പേരിൽ ഇടതുമുന്നണി വലിയ രീതിയിലുള്ള ഒരു വിമർശനം നേരിട്ടിരുന്നു. ഇപ്പോൾ ഇതാ ഇടതുമുന്നണിയുടെ പേരിൽ നടത്തിയ സമരത്തിൽ CPI പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് പാർട്ടി ജില്ലാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. പിണറായിയുടെ മകൾ പിണറായിയുടെ പാർട്ടിയിലെ അംഗമോ ഇടതുമുന്നണിയിൽപ്പെട്ട ആളോ അല്ല. ED റെയ്ഡിനിടെ ഉണ്ടായ അക്രമത്തെ പാർട്ടി അപലപിക്കാതിരുന്നത് പിണറായിക്ക് മുന്നിൽ CPI നേതൃത്വം വണങ്ങി നിൽക്കുന്നത് കൊണ്ടാണെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ വിമർശനമുണ്ടായി. അംഗങ്ങൾ തുറന്നടിക്കുകയാണ് ചെയ്തത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഉപജാപക സംഘത്തിന്റെ പിടിയിലാണ്. ഈ സംഘമാണ് ബിനോയ് വിശ്വത്തെ നയിക്കുന്നതെന്നും സെക്രട്ടേറിയറ്റ് അടിയന്തരമായി പിരിച്ചുവിടുകയോ അംഗങ്ങൾ സ്വയം പിരിഞ്ഞു പോകുകയോ വേണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിനു വേണ്ടി പാർട്ടി നേതൃത്വം രംഗത്ത് വന്നത് അനവസരത്തിലായിപ്പോയെന്നും വിമർശനമുയർന്നു. നയപരമോ രാഷ്ട്രീയമോ ആയ ആവശ്യമല്ലാതെ കേവലം പദവിക്ക് വേണ്ടിയുള്ള മുറവിളിയാണെന്നും അംഗങ്ങളുടെ വിമർശനം. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തിൽ ആനി രാജ പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും പകരം ആ വിഷയത്തിൽ AISFനെ കൊണ്ട് സമരം നടത്തിയാൽ മതിയായിരുന്നുവെന്നും വിമർശനമുയർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിനോയ് വിശ്വം നിസ്സഹായനാണ് എന്ന ഒരു അഭിപ്രായം കൂടി ഉയരുകയുണ്ടായി. പിണറായിക്ക് മുന്നിൽ വിധേയനായാണ് നിൽപ്പ്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സെക്രട്ടേറിയറ്റിനും മുകളിൽ ചിലർ ചേർന്ന സൂപ്പർ സെക്രട്ടേറിയറ്റ് ആണ്. സ്ഥാനാർത്ഥി നിർണയം സെക്രട്ടേറിയറ്റ് ഏകപക്ഷീയമായി നടത്തുകയും സെക്രട്ടേറിയറ്റിലെ പലരും സ്ഥാനാർത്ഥികളായപ്പോൾ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ആളില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയും ചെയ്തു. ചാത്തന്നൂരിലെ പരാജയം പാർട്ടി സംസ്ഥാന നേതൃത്വം BJPക്ക് നൽകിയ സംഭാവനയാണെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. ഈ പരാജയത്തിലെ പിണറായിക്കും CPMനും പങ്കുള്ളതുപോലെ CPIക്കും ഉത്തരവാദിത്തമുണ്ട്. തിരുത്തൽ ശക്തിയാകേണ്ട പാർട്ടി ആശാസ് സമരത്തിൽ ഉൾപ്പെടെ നിലപാട് സ്വീകരിച്ചില്ല. ഇത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയരുകയുണ്ടായി. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് ഈ ഒരു ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും അതിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രവർത്തകർക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. അതിൻ്റെ നേരത്തെ തന്നെ പല നേതാക്കന്മാരെയും കൈവിട്ടു. അതായത് ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോകാം, അല്ലെങ്കിൽ മറ്റു പല നേതാക്കളും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പിണറായിയുടെ മകളെ ചോദ്യം ചെയ്തതിൽ പ്രശ്നമില്ല, പക്ഷെ പിണറായിക്ക് നേരെ എന്തെങ്കിലും ഇത്തരത്തിൽ തിരിഞ്ഞാൽ അത് ഞങ്ങൾ പാർട്ടി നേരിടും എന്നതടക്കമുള്ള അഭിപ്രായം. മാത്രമല്ല പാർട്ടിയിൽ ഒന്നടങ്കമുണ്ടായ ഒരു അഭിപ്രായമാണ് പാർട്ടിയിൽ അംഗത്വമില്ലാത്ത വീണയ്ക്ക് വേണ്ടി എന്തിനാണ് പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നതടക്കമുള്ള വിമർശനമൊക്കെ ശക്തമായിരുന്നു. എന്തായാലും ആ വിമർശനം വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നാളെ ഹാജരാകില്ല എന്ന് വീണ T വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇമെയിലിലൂടെയാണ് ഇത്തരത്തിലൊരു ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി നോക്കാം. ED കൊച്ചി യൂണിറ്റ് ഓഫീസിൽ നാളെ നേരിട്ട് ഹാജരാകാനുള്ള സമൻസിൽ അവധി ചോദിച്ചിരിക്കുകയാണ് വീണ. അവധി അപേക്ഷ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതൊക്കെ രേഖകൾ ആവശ്യപ്പെട്ടോ അതെല്ലാം സമർപ്പിക്കാനും നൽകാനും തയ്യാറാണെന്നും വീണ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല അഭിഭാഷകൻ മുഖേന ഈ രേഖകൾ EDക്ക് മുന്നിൽ എത്തിക്കുമെന്നും വീണ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അഭിഭാഷകൻ വഴി സമർപ്പിക്കും. അവധി അപേക്ഷയിൽ EDയുടെ നിലപാടേറെ നിർണായകമായിരുന്നു. എന്തായാലും ED ഈ ഒരു അവധി അപേക്ഷ സ്വീകരിക്കുകയും മറ്റൊരു ദിവസം പുതിയ സമൻസ് അയക്കാൻ തീരുമാനമാവുകയും ചെയ്തു. എന്തായാലും നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ലെന്ന വീണയുടെ ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അംഗീകരിച്ചിരിക്കുകയാണ്. മറ്റൊരു ദിവസം സമൻസ് അയച്ച് മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിയിരിക്കുകയാണ്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. നാളെ ഹാജരാകാനാകില്ല എന്ന കാര്യം വീണ T വ്യക്തമാക്കിയത്. അപേക്ഷകൾ വൈദ്യപരിശോധന രേഖകൾ സഹിതം സമർപ്പിച്ചാൽ ED സാധാരണ അത് പരിഗണിക്കാറുണ്ട്. ഏതായാലും അവധി അപേക്ഷ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുള്ളതായതുകൊണ്ട് തന്നെ ED ഈ ഒരു അപേക്ഷയും പരിഗണിച്ചിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വകുപ്പ് 50 പ്രകാരം കിട്ടിയ സമൻസിൽ കക്ഷി നേരിട്ട് ഹാജരാകണമെന്നാണ് നിയമവ്യവസ്ഥ. ഒരു ദിവസം അനുവദിച്ചാലും അടുത്ത തീയതി പുതിയ സമൻസ് അല്ലെങ്കിൽ പുതിയ ചോദ്യം ചെയ്യാൻ പുതിയ തീയതി എപ്പോഴാണോ അറിയിക്കുന്നത് അപ്പോൾ നേരിട്ട് തന്നെ ഹാജരാകേണ്ടി വരും. ഈ വകുപ്പ് പ്രകാരം സമൻസ് നൽകിയാൽ ED ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കക്ഷികൾക്ക് സാധാരണ സാധിക്കില്ല. ഇനി അത്രയും ഇപ്പോൾ ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു ഇളവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന്
ഉണ്ടാവുകയുള്ളൂ. ഒരു സിവിൽ കോടതി നൽകുന്ന സമൻസിന് തുല്യമായ നിയമസാധുത ഇതിനുണ്ട്. കേസിലെ തെളിവിലേക്ക് കക്ഷിയുടെ മൊഴി സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ സത്യം ചെയ്യിച്ചാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഇതിനാലാണ് ഇത്തരം സമൻസുകളിൽ അഭിഭാഷകൻ മുഖാന്തരം ഹാജരാകാൻ അനുവാദം കിട്ടാത്തത്. എന്തായാലും വീണ അസൗകര്യം അറിയിച്ച സാഹചര്യത്തിൽ മറ്റൊരു ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനുവദിച്ചിരിക്കുകയാണ്. അതേസമയം CMRലുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ ചോദ്യം ചെയ്യലിന് വീണ എന്തായാലും ഹാജരാകില്ല. ഇനി ഹാജരാകുമ്പോൾ CPM എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED സംഘത്തെ വലിയ രീതിയിൽ നേരിട്ടവരാണ് പ്രവർത്തകർ. അത്തരത്തിലൊരു നടപടി ഇനി അവരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകില്ല. CPMന്റെ ആ ഒരു നിലപാടിലേക്ക് അത് നിലപാട് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതേസമയം EDയുടെ ചോദ്യം ചെയ്യലിനെതിരെ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി നൽകാൻ വീണയ്ക്കും CMRന് മുന്നിൽ ഒരു അവസരമുണ്ട്. അതവർ വിനിയോഗിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ച് ED രജിസ്റ്റർ ചെയ്ത എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് അവർക്ക് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാവുന്നതാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകും മുൻപ് മുൻകൂർ ജാമ്യം തേടാനും തടസ്സമൊന്നുമില്ല. പക്ഷെ അത്തരത്തിലൊരു നീക്കമൊന്നും വീണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ED സമൻസിലെ സാങ്കേതിക കാര്യങ്ങൾ ചോദ്യം ചെയ്യാനും നേരിട്ട് ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെടാനും സാധിക്കും. ബാങ്ക് അക്കൗണ്ടുകളും ലോക്കറുകളും മരവിപ്പിച്ച നടപടിയിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെടാവുന്നതാണ്. SFIO രേഖകൾ EDക്ക് കൈമാറാനുള്ള പ്രത്യേക കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനും സാധിക്കും. പക്ഷേ ഹൈക്കോടതി ED അന്വേഷണം അനുവദിച്ച സാഹചര്യത്തിൽ ഹാജരാകാൻ കൂടുതൽ സമയം തേടുക, അറസ്റ്റിനെതിരെ താൽക്കാലിക സംരക്ഷണ ഉത്തരവ് സമ്പാദിക്കുക തുടങ്ങിയ നീക്കങ്ങൾക്കാണ് സാധ്യത. EDക്ക് സിവിൽ കോടതിയുടെ അധികാരങ്ങൾ നൽകുന്ന PMLA സെക്ഷൻ 50 പ്രകാരമുള്ള സമൻസിൽ ചോദ്യം ചെയ്യൽ ഏറെ നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ നാളെ ഹാജരാകില്ല എങ്കിൽ പോലും അത് ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ അടുത്ത തീയതി നിശ്ചയിച്ച് അന്നത്തേക്ക് ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കേസിൽ ഒരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കി ഒരു കോൺഗ്രസും സംസ്ഥാന സർക്കാരും ഒരു രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരുടെ നിലപാടുകളൊക്കെ ശ്രദ്ധേയമാണ്. കേസ് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് ചൂണ്ടിക്കാട്ടുന്ന കോൺഗ്രസ് പക്ഷേ EDയുടെ നടപടികൾക്ക് കൈയടിക്കുന്നുമില്ല. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നടത്തുന്ന പോരാട്ടത്തിന് ചൂടുപിടിച്ച് ED അത്ര വെടിപ്പല്ല എന്ന നിലപാടിൽ തന്നെയാണ് കേരളത്തിലെ പാർട്ടിയും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ ദേശീയ തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഈ നീക്കങ്ങൾ അതിനെതിരെ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആയുധമാണ് ED എന്ന ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസിനെ നിലവിൽ കേരളത്തിൽ ഇത്തരത്തിൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഈ കോൺഗ്രസിനെ EDയെ എതിർക്കുന്ന ദേശീയ തലത്തിൽ EDയെ എതിർക്കുന്ന കോൺഗ്രസിനെ ഒരിക്കലും കേരളത്തിലും എതിർക്കാനാവില്ല എന്നതും ഒരു വശത്ത് വസ്തുതയായി തന്നെ നിൽക്കുകയാണ്. ഇല്ലാത്ത സേവനത്തിന് എക്സാലോജി കൈപ്പറ്റിയത് മറ്റ് കരാർ സ്ഥാപനത്തെ അപേക്ഷിച്ച് വൻ തുകയാണെന്ന് SFIO കണ്ടെത്തൽ വീണയ്ക്ക് കുരുക്കാകും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാനും നീക്കമുണ്ട്. വീണയ്ക്ക് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ചീഫ് മാനേജർ KS സുശേഷ് കുമാർ CMRL ജീവനക്കാർക്കും സമൻസ് അയച്ചിരുന്നു. ഇവരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. അതിനിടെ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 രേഖകൾ വേഗത്തിൽ ആവശ്യപ്പെട്ട് SFIക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയിരുന്നു. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ ചോദ്യാവലി തയ്യാറാക്കിയത് അടക്കമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഉത്തരം അറിയേണ്ടത് ഈ പണം എന്തിനു ഉപയോഗിച്ചു, ഈ പണം എന്തിന് കിട്ടി എന്ന കാര്യത്തിലാണ്. അതായത് ഇടപാടിലൂടെ വീണയ്ക്ക് കിട്ടിയത് 1.72 കോടി രൂപയാണ്. അത് എന്തിനു വിനിയോഗിച്ചു എന്നത് ED പ്രധാനമായും ചോദിച്ചറിയുക ലക്ഷ്യമായിരുന്നു. സ്ഥലം വാങ്ങാനാണോ അതോ മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കാനാണോ തുക ഉപയോഗിച്ചതെന്ന് ED കൃത്യമായി പരിശോധിക്കും. കേസിൽ CMRലും എക്സാലോജിക്ക് തമ്മിലുണ്ടാക്കിയ കരാറുകൾ, കൈമാറിയ തുക എന്നിവ സംബന്ധിച്ച് നിരവധി പേജുകളുള്ള ചോദ്യാവലിയാണ് ED തയ്യാറാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് SFI ശേഖരിച്ച 134 സുപ്രധാന രേഖകൾ EDക്ക് കൈമാറാൻ അനുവദിച്ചതുകൊണ്ട് തന്നെ ആ രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ്. ചോദ്യം ചെയ്യലിന് മുന്നേ തന്നെ ആ രേഖകൾ കിട്ടിയത് കൊണ്ട് തന്നെ അത് EDയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്.